നമ്മൾ ഇന്നൊരു ബട്ടർ നാനോ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ നോക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് ഒരു ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ നാനോ ആണ്, അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാൻ ഇത്ര വലുപ്പത്തിലുള്ളൊരു പീസ് ബട്ടർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഇതിൽ കിടന്നിട്ടൊന്ന് മെൽട്ടാവും കേട്ടോ. ചൂടുള്ള പാലായതുകൊണ്ട് ഇതിൽ കിടന്നിട്ട് മെൽട്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് പൊടിയാണ്. അപ്പോൾ കുരുകുരുള്ള ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് പൊടിയാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഈ ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാലിലേക്ക് 3 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൈദ 3 കപ്പ് ഇട്ടെടുത്തു. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഇത് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ നമുക്കത് പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ബട്ടർ നാനൊക്കെ നേരത്തെ കുഴച്ച് വെച്ച മാവ് നല്ല പൊങ്ങി വന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ട് പരത്തിയെടുക്കാം. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഓരോ ബോളാക്കിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ 6 ബൗളാണ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് പാനിലിട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഒരു ബ്രൗൺ നിറാവും. ഇനി നമുക്കിതിലേക്ക് ഒരു ബട്ടറിൻ്റെ പീസ് പുരട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പുരട്ടി കൊടുക്കണം. ടേസ്റ്റി ആവും. നമ്മളിപ്പോൾ ബട്ടർ നാനല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ടേസ്റ്റി ആവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പീസ് എടുത്തിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ നാനോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം കേട്ടോ. സൂപ്പറാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ.